ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫുൾ ചിക്കൻ വെച്ച് തന്തൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. നമ്മൾ ഓവനോ കനലോ ഒന്നുമില്ലാതെ പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ നമുക്കിത് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിൽ ഞാൻ നന്നായി വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വരഞ്ഞ സ്ഥലത്ത് നമുക്ക് ഒരു മുളക് പൊടിയും ചെറുനാരങ്ങയും ഉപ്പും ചേർത്ത് മിക്സ് വരഞ്ഞതിനുള്ളിലോട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അത് ചിക്കൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ മിക്സ് ഞാനിത് നന്നായിട്ട് ചിക്കൻ്റെ വരഞ്ഞ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാല റെഡിയാക്കാം. അപ്പോൾ ഇതിൻ്റെ മസാല എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കസൂരി മേത്തി. അതങ്ങനെ അളവൊന്നുമില്ല, നമ്മളൊരു ഇച്ചിരി എടുത്ത് അതിനകത്തോട്ട് ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ചാട്ട് മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർക്കുകയാണെങ്കിൽ ചിക്കന് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലോട്ട് വെച്ച് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാം. മിക്സ് നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. ഈ ചിക്കൻ്റെ ഉള്ളിലോട്ടും എല്ലാ ഭാഗത്തും ബാക്കിലും എല്ലാ സൈഡിലുമായിട്ട് ഈ മസാല നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ മസാല എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് ഉടനെ തന്നെ അത് ഉണ്ടാക്കരുത്. മസാല അത് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാല ചിക്കനിൽ പിടിക്കും. ഫ്രീസറിലല്ല വെക്കേണ്ടത്, നമുക്കത് ഫ്രിഡ്ജിൽ താഴെയാണ് വെക്കേണ്ടത്. അപ്പോൾ മസാല എല്ലാ ഭാഗത്തും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് അല്പം എണ്ണ തേച്ച് കൊടുക്കണം. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. മസാലയൊക്കെ തേച്ച് ഇതിൻ്റെ പുറകെ നമ്മളത് വേവിക്കാൻ സമയത്ത് ഇതിന് മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അധികം ഒന്നും ആവശ്യമില്ല, ഇത്ര മാത്രമേ നമുക്ക് ഇതിലേക്ക് എണ്ണ ആവശ്യമുള്ളൂ. അതിൻ്റെ കാല് ഞാനൊരു നൂല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം. അതിനായി ഈ ഒരു ഫുൾ ചിക്കൻ ഇറങ്ങാൻ പാകത്തിലുള്ള ഒരു കട്ടിയുള്ള പാത്രം നമുക്ക് സ്റ്റൗവിൽ വെച്ച് നന്നാക്കി ചൂടാക്കിയെടുക്കണം. പാത്രം നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതുപോലൊരു പാത്രം അടിയിൽ വെച്ചതിന് ശേഷം അത് നമ്മൾ പാത്രത്തിൽ ചിക്കൻ ഡയറക്റ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിക്കനിന് എണ്ണയും വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ ചിക്കനും അതിനകത്ത് കിടന്ന് കറിയിൽ വേവുന്നത് പോലെ വേവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രം വെച്ച് പൊക്കി വെക്കുന്നത്. ഇതിനടിയിൽ നിങ്ങൾക്കൊരു പ്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ഈ ഗ്രേവി നിങ്ങൾക്ക് അതിനകത്ത് എടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ ഇതുപോലൊരു തട്ട് വെച്ചതിന് ശേഷം ചിക്കൻ നമുക്ക് അതിനകത്തോട്ട് ഇറക്കി വെക്കാം. ഒരു 10 മിനിറ്റോളം ഫുൾ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് ഏകദേശം 1 മണിക്കൂറോളം നമുക്കത് സിമ്മിലിട്ട് വേവിക്കാം. 40 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മറിച്ചിടണമെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ഒരു 5-10 മിനിറ്റ് അങ്ങനെ വേണമെങ്കിലും വേവിക്കാം. അതിൻ്റെ ആവശ്യമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കനലിലോ അല്ലെങ്കിൽ എണ്ണയിലോ ഇട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അധികം കരിഞ്ഞ പോലെ ഉണ്ടാവില്ല. എന്നാലും തന്തൂരിയുടെ അതേ ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടും. ചിക്കൻ്റെ ബാക്ക് സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കനലോ എണ്ണ അങ്ങനെ ഒന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് നമുക്കൊരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. അപ്പം ഇത് നാനിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.